ഇതിനേക്കാൾ വലിയ ഇമോഷണൽ ലോക്കുള്ള ബന്ധമായിരുന്നു നിന്റെ അച്ഛൻ മാധവൻ നായരുടെയും ചന്ദ്രികാവർമ്മയുടെയും. അതിനെ പൊളിച്ചടുക്കി രണ്ടിനെയും രണ്ട് പാത്രത്തിലാക്കിയവനാണ് നീ. പിന്നെയാ മനോജും ഹരിതയും. ഇതെന്താ തുറക്കാത്തെ? ഇനി ലോക്കിന് വല്ല കംപ്ലൈന്റും ആയി കാണോ? പുറത്തുനിന്ന് പൂട്ടിയതുപോലെ ഉണ്ടല്ലോ. പുറകു വശത്തെ ഡോറിലൂടെ പുറത്തിറങ്ങാം. ഇതെന്താ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണോ? വർഷ വീട് പൂട്ടി ഇറങ്ങിയത് അവൾ അറിഞ്ഞു കാണും. അത് ചോദിക്കാനാവും വിളിക്കുന്നത്. വിളിക്കട്ടെ, ഫോൺ എടുത്താലല്ലേ മറുപടി പറയണ്ടൂ. ദേ വീണ്ടും വിളിക്കുന്നു. സെക്യൂരിറ്റിയെ വിളിച്ചാലും എടുക്കേണ്ടത് ഞാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതുകൊണ്ട് അയാളും എടുക്കില്ല. ഇനി എടുത്തില്ലെങ്കിൽ സംശയം തോന്നും. എന്തെങ്കിലും തിരക്ക് പറയാം. ഹലോ വർഷ. ഹലോ, ഞാനേ ഒരു മീറ്റിംഗിലാ. കുറെ നേരത്തേക്ക് ഡിസ്റ്റർബ് ചെയ്യല്ലേ? ഏട്ടാ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വിളിച്ചതല്ല. എനിക്ക് ഇവിടുന്ന് പുറത്തോട്ട്. വർഷ, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം. മീറ്റിംഗ് കഴിയട്ടെ. അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് അപ്പോൾ സംസാരിക്കാം. ഓക്കെ ഓക്കെ. ഹലോ, ഈശ്വര, എല്ലാം കൈവിട്ട് പോവാണല്ലോ. രാഷ്ട്രീയത്തിലെ ദ്രോണാചാര്യർക്ക് ഞാൻ അയച്ച ബ്രഹ്മാസ്ത്രം തടുത്തു നിർത്താനായില്ല എന്ന് തോന്നുന്നു. ഡോ, താനുണ്ടാക്കി വെച്ച പത്മവ്യൂഹത്തിൽ അകപ്പെട്ട് ഞാണുമുറിഞ്ഞ വില്ലുമായിട്ട് നിൽക്കുന്ന 16 വയസ്സുകാരനല്ല ഈ പ്രകാശൻ. ഹലോ,
ആ എന്തായി? എന്റെ മോളെവിടെ? അവളെല്ലാം ഉപേക്ഷിച്ച് ഇവിടേക്ക് വരാൻ ഇനി സമയം അനുവദിക്കാനൊന്നും പറ്റില്ല. സാറേ, സാറ് പറഞ്ഞനുസരിച്ച് ഞാൻ എൻ്റെ കുടുംബം മുഴുവനും കുട്ടിച്ചോറാക്കി. ഹരിതയെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നു എന്നുള്ള ഫീലിംഗ് അവളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. പ്രകാശ, കത്തുന്ന പുരയെന്ന് കഴുക്കോലൂരി മാറ്റുക എന്നൊരു ചൊല്ലുണ്ട്. അത് നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവനാണ് നീ. അതാ നീ മനോജ് പണമെടുക്കുന്ന വീഡിയോ എനിക്കയച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കിയത്. അത്രയ്ക്ക് തന്ത്രശാലിയായ നിനക്കാണോടാ ഹരിതയെ അവിടെ നിറക്കി വിടാൻ പറ്റാത്തത്? ഹരിതയെ സാറിൻ്റെ വീട്ടിലേക്ക് അയച്ചാൽ മതിയെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ചെയ്യാം. പക്ഷേ ഹരിത മനോജിനെ ഉപേക്ഷിച്ച് വരണമെന്ന് പറയുന്നതിലാണ് പ്രോബ്ലം. ഹരിതയും മനോജിനെയും ചെല്ലും ചെലവും കൊടുത്ത് രാജകീയമായി പോറ്റാനല്ല കുറുപ്പ് നിന്നെപ്പോലൊരു കുറുക്കനെ കൂടെ നിർത്തുന്നത്. എനിക്ക് എന്റെ മോളെ മാത്രം മതി. ഞാനോ സാറോ കരുതുന്ന പോലുള്ള ഒരു ബന്ധമല്ല മനോജും ഹരിതയും തമ്മിൽ. അതൊരു ഇമോഷണൽ ലോക്കാണ്. അത് പൊട്ടിക്കാൻ എനിക്ക് കഴിയുന്നു തോന്നുന്നില്ല. നിനക്ക് കഴിയും. നിനക്കേത് കഴിയൂ? പ്രകാശ, ഇതിനേക്കാൾ വലിയ ഇമോഷണൽ ലോക്കുള്ള ബന്ധമായിരുന്നു നിന്റെ അച്ഛൻ മാധവൻ നായരുടെയും ചന്ദ്രികാവർമ്മയുടെയും. അതിനെ പൊളിച്ചടുക്കി രണ്ടിനെയും രണ്ട് പാത്രത്തിലാക്കിയവനാണ് നീ. പിന്നെയാ മനോജും ഹരിതയും. പിന്നൊരു കാര്യം, കുറുപ്പിന്റെ ക്ഷമ ഇനിയും പരീക്ഷിക്കാൻ നിൽക്കരുത്. അങ്ങനെ ആയാൽ ഇനി നമ്മുടെ മീറ്റിംഗ് ജയിലിനകത്തായിരിക്കും. നിനക്ക് കുറുപ്പിനെ അറിയാലോ? ഹലോ ഹലോ ഇവനെ പൂട്ടേണ്ടിയിരിക്കുന്നു. ഹരിതേ, വന്ദന ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. പോരെ, ഇനിയെങ്കിലും നീ ഒന്ന് സമാധാനപ്പെട്. ഇനി വന്ദന ശല്യത്തിന് വരില്ല.